എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാന്റെ നാഗരികതയെ നരകമാക്കാൻ കഴിയാതെ ട്രംപ് പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാഴ്ചത്തേക്ക് ഒരു വെടിനിർത്തൽ എന്ന പിടിവള്ളിയിൽ തൂങ്ങി ട്രംപും നെതന്യാഹുവും മിഡിൽ ഈസ്റ്റിൽ കടക്കുമ്പോൾ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായിരുന്നു യുദ്ധം എന്ന് പറയാവുന്നതാണ്. ട്രംപ് പറയുന്നത്, ഞങ്ങൾ ഇറാനിലെ 13,000-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിച്ചു. ഇറാന്റെ നാവികസേനയുടെ ഏകദേശം 90% നാവിക മൈനുകളുടെ 95% നശിപ്പിച്ചു എന്നൊക്കെയാണ്. അതോടെ ഞങ്ങൾ ഉദ്ദേശിച്ച മുഴുവൻ സൈനിക ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഇറാനും പറയുന്നത്. ഞങ്ങൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും അടിച്ചു തകർത്തു, അവരുടെ ഇവിടുത്തെ മുഴുവൻ താല്പര്യങ്ങളും തകർത്തു, അവർക്ക് മേലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സൈനിക വിശ്വാസം തന്നെ നശിപ്പിച്ചു, രക്ഷയില്ലാതായപ്പോൾ അവർ തന്നെ വെടിനിർത്തൽ ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ്. പൊതുവെ വിലയിരുത്തിയാൽ ട്രംപ് കൊണ്ടുവരുന്ന ഈ വെടിനിർത്തലിലൂടെ കാല് തല്ലിയൊടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ട്രംപ് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ കാരണമായ ഒരു കാര്യത്തിലും തീരുമാനമായില്ല. പിന്നെ എന്തിനാണ് വെടിനിർത്തിയത്? ഹോർമൂസ് കടൽ തുറക്കാൻ വേണ്ടിയായിരുന്നോ? അതിന് ഹോർമൂസ് അടച്ചത് യുദ്ധം ആരംഭിച്ചതിന് ശേഷമല്ലേ? അതുവരെ തുറന്നു തന്നെയല്ലേ കിടന്നിരുന്നത് എന്നൊക്കെയാണ് ഈ യുദ്ധത്തെക്കുറിച്ച് ലോകം ട്രംപിനോട് ചോദിക്കുന്നത്. പക്ഷേ അയാൾക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞങ്ങൾ യുദ്ധം വിജയിച്ചു, ഞങ്ങളുടെ ഇറാനിലെ ലക്ഷ്യങ്ങൾ മുഴുവൻ പൂർത്തിയായി എന്നാണ്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതാരും വിശ്വസിക്കണമെന്നില്ല. ട്രംപും നെതന്യാഹുവും മിഡിൽ ഈസ്റ്റിൽ തോറ്റതാണ് എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കുകയാണ്. ഇപ്പം ഇറാനിലെ ഭരണമാറ്റത്തെ വിപ്ലവത്തെക്കുറിച്ചൊക്കെയുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രവചനങ്ങൾ അമേരിക്കക്കാർക്കിടയിലും ജൂതരിൽ പോലും പരിഹാസ്യമായ ഒരു കാര്യമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഈ രണ്ട് ഭീകരരും കണക്കുകൂട്ടിയത് യുദ്ധം ഏറിയാൽ ഏതാനും ദിവസങ്ങൾ, അതല്ലെങ്കിൽ 1-2 ആഴ്ച മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെയാണ്. അതിനപ്പുറം നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇസ്രായേലിന്റെ ചാനൽ 12 റിപ്പോർട്ട് പ്രകാരം 2 ദിവസം മുമ്പ് പോലും നെതന്യാഹു ട്രംപിനെ ഒരു വെടിനിർത്തലിന് സമ്മതിക്കരുത് എന്ന് നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ട്രംപ് ചെയ്തത് ഇറാന് നരകം നൽകുമെന്ന് പറഞ്ഞ് ഇസ്രായേലിലെ ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തി വേഗത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. ഇതിലൂടെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇതുപോലൊരു നഷ്ടദുരന്തം ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിനെക്കുറിച്ച് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവായ യയർ ലാപ്പിഡ് പറയുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് ഇത് പറയുമ്പോൾ അയാൾക്ക് ഭരണം കിട്ടാത്തതുകൊണ്ടാണെന്ന് നമുക്കൊക്കെ തോന്നിയേക്കാം. സത്യത്തിൽ ഇയാൾ പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യുദ്ധം കൊണ്ട് മുഴുവൻ നഷ്ടവും ഇസ്രായേലിനാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നെതന്യാഹു ഉദ്ദേശം ഒരു കാര്യവും നടന്നില്ലല്ലോ. ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ഭീഷണി അവസാനിപ്പിക്കും എന്ന തീരുമാനത്തോടെയാണ് ഈ 2 ഭീകരരും കൂടി ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ ഈ ഭീഷണി വർദ്ധിക്കുക മാത്രമല്ല, ഇറാന്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കൂടി ഈ യുദ്ധം കൊണ്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ച് അവർ നേടിയത് 35 കൊല്ലത്തിലധികം ഉപരോധത്തിൽ കിടന്നിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് അതികഠിനമായിരുന്നിട്ടും കയ്യിലിരുന്ന ഹോർമുസ് കടൽ എന്ന പൊന്മുട്ടയിരുന്ന താറാവിനെ അവർക്ക് കാണാൻ കഴിയാതിരുന്നതോർത്ത് അവരിപ്പോൾ വല്ലാതെ ദുഃഖിക്കുന്നുണ്ടാവും. ഹോർമുസിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തുകൊണ്ട് കപ്പലുകളിൽ നിന്നും ടോൾ പിരിക്കുന്നതിലൂടെ ഇറാന് പുതിയൊരു വരുമാന മാർഗം കൂടിയാണ് ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ടോൾ പിരിക്കുന്നതിലൂടെ ഇറാന്റെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും അവസാനിക്കും എന്നുള്ളതാണ് സത്യം. ഏതാണ്ട് $20 ലക്ഷം വെച്ചാണ് ഒരു കപ്പലിൽ നിന്നും അവർ പിരിക്കാൻ പോകുന്നത് എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതങ്ങനെ കിട്ടിയെങ്കിൽ അവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. ഈ 35 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് 4-5 കൊല്ലം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയും. മാത്രമല്ല, അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ പോലും കഴിയുന്ന ഹോർമുസ് എന്ന ഈ കപ്പൽ ഇടനാഴി ഒരു വജ്രായുധം കൂടിയാണെന്ന് ഇറാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി അമേരിക്കയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് അടച്ചിട്ടാൽ മതി, സംഗതി നേരെ താഴെ വരും കാര്യങ്ങൾ. ഇറാന് യുദ്ധത്തിൽ വന്ന മുഴുവൻ നഷ്ടവും ഇതൊക്കെ വെച്ച് അവർക്ക് ഈടാക്കാൻ കഴിയും. ഇങ്ങനെ എല്ലാവിധത്തിലും ഇറാന് അനുകൂലമായ ഒരു സാഹചര്യമാണ് യുദ്ധത്തിലൂടെ അവർക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇസ്രായേലിന് സംഭവിച്ചതോ? ഇസ്രായേലിന്റെ മുഴുവൻ അടിസ്ഥാന സംവിധാനങ്ങളുമാണ് തകർന്നു പോയത്. ഇതുവരെ ലോകശക്തി എന്നൊക്കെ നാട്ടുകാരെയൊക്കെ വിശ്വസിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഒരാവശ്യത്തിന് സ്വന്തം രാജ്യത്തിന് പോലും അവരുടെ ഈ ശക്തി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനപ്പുറം ഇറാന്റെ ആയുധ ശക്തിക്ക് മുന്നിൽ പതറിയ ഇസ്രായേലിന്റെ പേരുകെട്ട പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ബീം, മെക്കാറ ടാങ്കുകൾ ഇവയെല്ലാം ഇനി വെറുതെ ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിടാം. അത് മാത്രമേ ഇതുകൊണ്ടുള്ള ഗുണമുള്ളൂ. കാരണം ഇവരൊക്കെ പഴയ പുലികളായിരുന്നു. ഞങ്ങൾ യുദ്ധമില്ലാത്തപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം വീരകഥകൾ പറഞ്ഞ് ജീവിച്ചു പോരുകയായിരുന്നു. യുദ്ധം വന്നപ്പം ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഗുണം മനസ്സിലായി. അതുകൊണ്ട് ഇത് ഫ്രെയിം ചെയ്ത് വെക്കുന്നു എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ സകല ഇമേജും പൊളിഞ്ഞ് രാജ്യം തന്നെ പൊടിച്ചു വാരിയിട്ടിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഈ നഷ്ടങ്ങളെല്ലാം പരിഹരിക്കാൻ വർഷങ്ങൾ തന്നെ എടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അഥവാ പുനർനിർമ്മിച്ചാൽ തന്നെയും ഇസ്രായേൽ എന്ന രാജ്യം ഇനിയും സുരക്ഷിതമല്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ്
വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ വെടിനിർത്തൽ കേവലം താൽക്കാലികമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. ഇറാൻ ഇനിയും ആക്രമിക്കുമെന്ന് ഇസ്രായേലിന് അറിയാം. അതിന് കാരണം വെടിനിർത്തൽ വന്നിട്ടും ലെബനോനിൽ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തുന്നത്. ഇന്നലെ തന്നെ ഏതാണ്ട് 100-ലധികം ബോംബുകളാണ് അവർ ഈ ലെബനോനിൽ കൊണ്ടിട്ടത്. 300 ആൾക്കാർ മരണപ്പെടുകയും ഏതാണ്ട് 2000-ലധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമില്ലാതാണ്. ഒരു കരാർ വന്നതിന് ശേഷമാണ് ഇവരിങ്ങനെ ആക്രമിച്ചത്. കാരണം ഇവർക്ക് ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിയാത്തതിൻ്റെ കലിപ്പ് ലെബനോനോട് തീർക്കുകയാണ്. ഈ കരാറിലും വെടിനിർത്തലിലും ഒന്നും ലെബനോൻ ഉൾപ്പെടില്ല എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയ്ക്ക് ഇസ്രായേൽ എത്ര പ്രാധാന്യമുള്ളതാണോ അതേ പ്രാധാന്യമാണ് ഇറാൻ ലെബനോനിലെ ഹിസ്ബുള്ളയ്ക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് ലെബനോനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇറാൻ യാതൊരു വിട്ടുവീഴ്ചയും കൊടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ലെബനോനെ ഇസ്രായേൽ ഇനിയും ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായി ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈലുകൾ വരുമെന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇറാനെതിരായ സാധ്യമായ എല്ലാ മുൻകരുതൽ ആക്രമണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് US വെടിനിർത്തൽ നിബന്ധനകൾ വ്യക്തതയുള്ളതാക്കണമെന്നാണ്. ഒന്നുകിൽ വെടിനിർത്തൽ അല്ലെങ്കിൽ ഇസ്രായേലുമായി തുടർച്ചയായ ഒരു യുദ്ധം. ഇതിലേത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ലാതെ ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ലെബനോനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ആക്രമിക്കാം എന്ന ഉള്ളിരിപ്പ് കയ്യിൽ വെച്ചേക്കാനാണ് ഇറാൻ ഇവരോട് പറയുന്നത്. എന്നാൽ ട്രംപിനെ സംബന്ധിച്ച് ഇറാൻ ശക്തമാണെന്ന് മനസ്സിലായതോടെ ഇനി ഇറാനുമായി ഒരുമിച്ച് പ്രവർത്തിക്കും എന്ന് പറയാൻ വരെ അയാൾ നിർബന്ധിതമായിരിക്കുകയാണ്. ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഇനിയൊരു നിലനിൽപ്പില്ല. അതുകൊണ്ട് ഇറാന്റെ മേലുള്ള സകല ഉപരോധവും നീക്കി പുതിയൊരു കൂട്ടുകെട്ടിന്റെ സാധ്യതയെക്കുറിച്ചാണ് ട്രംപ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന് ഇനി ആണവായുധം ഉണ്ടാക്കാനുള്ള അവസരത്തെ അമേരിക്ക തടയില്ല എന്ന് നമ്മൾ അറിയണം. അവരുടെ ആണവായുധം മുഴുവൻ പൊടിയാക്കിയിട്ടുണ്ട്. ഇനി അത് വാരിക്കളയുന്ന ജോലിയെ അമേരിക്കയ്ക്കുള്ളൂ എന്ന് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെക്സത്ത് പറയുമ്പോൾ ഇറാന്റെ ആണവ കാര്യത്തിൽ ട്രംപിന് യാതൊരു താല്പര്യമില്ല എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ട്രംപിന് താല്പര്യമില്ല എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അക്കാര്യത്തിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇറാന് ഇനിയുള്ള കാലം ആണവായുധം ഉണ്ടാക്കിയാൽ ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല. ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ട്രംപ് ഇക്കാര്യത്തിലൊരു നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ അവരുടെ ആദായം തീർത്തും ഇല്ലാതാവും എന്ന് ഈ ട്രംപിന് അറിയാം. അതിനും ഭേദം ഇറാനുമായിട്ട് ഒരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് സൗഹൃദത്തിൽ പോകുന്നതാണ് എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ അയാൾക്ക് വന്നിട്ടുണ്ട്. ശക്തനുമായി സന്ധി ചെയ്യണം എന്നാണല്ലോ ചാണക്യ നിയമം. അതുകൊണ്ട് ട്രംപ് ഇറാനുമായി ഒരു സന്ധി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഈ വെടിനിർത്തൽ ഇങ്ങനെ വന്നിട്ടും ഇറാൻ ഹോർമുസ് കടൽ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അത് നാളെ നടക്കുന്ന കരാറിനെ അടിസ്ഥാനമാക്കിയാവും ഉണ്ടാവുക. ഇറാൻ 10 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ 10 നിബന്ധനകളും അമേരിക്ക അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഈ 10 നിബന്ധന എന്ന് പറയുന്നത് ആണവായുധം ഉണ്ടാക്കണം, അതുപോലെ അവരുടെ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉണ്ടാക്കുന്നത് തടസ്സപ്പെടുത്താൻ പാടില്ല, അതുപോലെ ഇറാനോ അവരുടെ പ്രോക്സികൾക്കോ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഭീഷണിയൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നഷ്ടപരിഹാരം വേണം. അത് പിന്നെ വിട്ടുകൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ അവർ ഈ ഹോർമുസ് കടലിൽ നിന്നൊക്കെ ഉണ്ടാക്കിക്കോളും. അതിനൊപ്പം തന്നെ ഇറാൻ്റെ മേലുള്ള മുഴുവൻ ഉപരോധവും എടുത്തൊക്കെ മാറ്റി കൊടുക്കണം. ഇങ്ങനെ 10 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം പാസ്സായി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കും, നമുക്ക് സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും കഴിയാം. അതല്ല അടിച്ച് മേടിക്കാനാണെങ്കിൽ കിട്ടുകയില്ല, നിങ്ങളെ ഞങ്ങൾ പരിപ്പെടുത്തി വിടും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. ഇറാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം യുദ്ധത്തിൻ്റെ രസവും ഇസ്രായേലിൻ്റെ തകർച്ചയും അവർ ആസ്വദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. തകർന്നു പോയ ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ആക്രമിച്ചു കൊണ്ടിരുന്നാൽ ആ തകർച്ച പൂർണ്ണമാക്കാം എന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും മാത്രമേ വെടിനിർത്തിയിട്ടുള്ളൂ. ഇസ്രായേൽ ഇപ്പോഴും ഇറാൻ്റെ ലിസ്റ്റിൽ തന്നെയാണുള്ളത്. ഇസ്രായേലിനെ സ്ഥിരമായി ഹിസ്ബുള്ളയുമായി യുദ്ധത്തിൽ തളച്ചിടാനുള്ള ഒരു സുവർണ അവസരമാണ് ഇന്നലെ ലെബനോനിൽ IDF ആക്രമണം നടത്തിയതിലൂടെ ഇറാൻ ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്. ഇക്കാര്യം പറഞ്ഞുകൊണ്ടൊരു 100 മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചാലും ആരും ഒന്നും ചോദിക്കാനുണ്ടാവില്ല. ആ നഷ്ടവും കൂടി ഇസ്രായേലിന് സഹിക്കേണ്ടി വരും. പക്ഷേ ഇതുവരെ അവർ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇസ്രായേൽ ഇനി ഒരിക്കലും ഇറാനോ അവരുടെ പ്രോക്സികൾക്കോ ഒന്നും യാതൊരു ഭീഷണിയാവില്ല എന്ന് എഴുതി കൊടുക്കേണ്ടി വരും. പക്ഷേ കരാറുണ്ടായാലും നെതന്യാഹു അത് തകർക്കാനാവും ശ്രമിക്കുക. കാരണം യുദ്ധമില്ലാത്ത ഇസ്രായേൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു രാജ്യമായി മാറും എന്ന് ഇത് നെതന്യാഹുവിന് അറിയാം. അമേരിക്ക പോലും ഒരുപക്ഷെ ഇസ്രായേലിനെ കൈവിട്ടു കളയും. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിൽ ഇങ്ങനെ ആയുധങ്ങളും പണമെല്ലാം കൊടുത്ത് അമേരിക്ക സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലല്ലേ ഉള്ളൂ ഈ അറബികളെ ഭീഷണിപ്പെടുത്തിയിട്ട് കാശ് മേടിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളെ ഇസ്രായേൽ ആക്രമിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്ന് ആക്രമിക്കും, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം, കാശ് താ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേൽ അവിടെ കിടക്കണം. അപ്പം ഇറാൻ വന്നിട്ട് ഈ ഇസ്രായേലിനെ നിർജ്ജീവമാക്കി കഴിഞ്ഞാൽ, അവർ മൂലയ്ക്ക് പതിച്ചുകൂടി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിന്നെ ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് പണവും ആയുധമൊന്നും കൊടുക്കേണ്ടതില്ല. അതിനാൽ നെതന്യാഹു അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രധാനമന്ത്രി എവനായാലും ഈ മിഡിൽ ഈസ്റ്റ് അശാന്തമായി തുടരാൻ വേണ്ടി അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതൊരിക്കലും അവസാനിക്കുകയുമില്ല.
ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.